വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ജമന്തി പാടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓണം സീസണൊക്കെ വരികയല്ലേ, അപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ജമന്തി പൂക്കൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗുണ്ടൽപേട്ട ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ചിത്തിരിപ്പുതി റൂട്ടിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ജമന്തിയാണ്, വെള്ള ജമന്തി പൂക്കളും അതിൻ്റെ കൂടെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സീനിയ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെട്ടിപ്പൂ കാണാം, നല്ല മഞ്ഞ ചെട്ടിപ്പൂ കാണാം. നല്ല വാങ്ങിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കി. ഇനി ഇതിൻ്റെ സൈഡിൽ തന്നെ ഇവർക്ക് സീഡ്ലിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇതിൽ അവരിനിപ്പോൾ ശീതകാല പച്ചക്കറികളും കോളിഫ്ലവർ, ബ്രോക്കോളി ഒക്കെയാണ് ഇതിൻ്റെ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുത്തിട്ടാണുള്ളത്. ഇതുപോലെ അവർ നമ്മുടെ ഷെയ്ഡ് നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ സീഡ്ലിംഗ് ട്രേയിലാണ് ഈ വിത്തെല്ലാം മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അരഹള്ളി ക്രോസിലാണുള്ളത്. ഇവിടുന്ന് നമ്മളിനി വലത്തോട്ടുള്ളൊരു ഊട് വഴിയിൽ കൂടെ പോവാണ്. ഇത് ഗ്രാമീണത തുളുമ്പുന്നൊരു സ്ഥലമാണ്. നമ്മൾ സിറ്റിയിൽ നിന്നെല്ലാം വിട്ടുമാറി ഈ ചിത്തിരുപ്പതി റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത്. നല്ലൊരു ആൽമരമൊക്കെ ഉണ്ട് ഇവിടെ, നല്ല തിക്കായിട്ട് തന്നെയുണ്ട്. അതിന്റെ അടിയിൽ നിന്ന് നമ്മളിലേക്ക് നോക്കി ആകാശം കാണൂല, അത്രയും നല്ല തിക്ക് ആൻഡ് ബുഷി ആയിട്ടുള്ള ഒരു ആൽമരമാണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളി വഴിയിൽ കൂടെ പോവാം. നോക്കിയാൽ നിങ്ങൾ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിട്ട്. വേരുകൾ നോക്കിയാൽ അവരതിന്റെ വേരുകളൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വളഞ്ഞു വന്നപ്പോ തന്നെ ഇത് ജമന്തി കാണാം. ബാംഗ്ലൂർ മൊത്തം ഇപ്പോൾ ജമന്തി പൂക്കളുടെ വസന്തമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ ഫുള്ള് ജമന്തി കൃഷിയാണ്. ഇതാണ് ജമന്തിയുടെ സീസൺ. ഇതിൻ്റെ കൂടെ വെള്ള ജമന്തിയാണുള്ളത്. ഇതെല്ലാം ഓണ വിപണിയും കൂടി ലക്ഷ്യമാക്കിയിട്ടാണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവിടെ സൈഡിൽ എല്ലാവരും റോസാ പൂവ് പറിക്കുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ അവിടെ റോസ് പറിച്ചെടുത്തിട്ട് അവിടെ പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടാണ് ഉള്ളത്. നമുക്കപ്പോൾ വേഗം അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ എല്ലാവരും ഇപ്പോൾ വിളവെടുക്കുകയാണിത്. ഇതെനിക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവർ തണ്ടോട് കൂടി കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. മലയാളം, കേരള. അത് നമ്മൾ വേറെ കളർഫുൾ റോസും ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ്. മുന്നോട്ടൊക്കെ ഫുള്ള് ചുവന്ന റോസാണ്. ഇവിടെ വന്നപ്പോൾ ഇപ്പം നല്ല വെള്ള റോസായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള നാടൻ റോസിന് അത്ര മണമൊന്നുമില്ല ഇതിന്. പക്ഷെ എന്ത് ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ആക്കിയിട്ട് ഇത് പറിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ട്. ഇനി ഇതിവരെ വൈകുന്നേരം ഇത് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ബൊക്കയിലേക്കൊക്കെ വരുന്ന റോസ് മിക്കതും ഇവിടെ ഇതുപോലെ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്ത് ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെറിയ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു സ്മെല്ലുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലത്ര മണമില്ല. ഇതിപ്പോൾ ഈ വലിയ ബാഗ് നിറച്ചും നോക്കി ഉള്ളോളം റോസാണ്. വാവ്. ഇവരിതിന് വണ്ടിയിലാക്കിയിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ നിന്ന് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
ഇവിടിപ്പോൾ എല്ലാ ചേച്ചിമാരും സൊസൈറ്റിയിലേക്ക് അവരെ വീടുകളിൽ നിന്നുള്ള പാല് കൊണ്ടുവന്നാണ്. അവിടെയാണ് സൊസൈറ്റി. അവിടെ എല്ലാവരും പാല് കൊണ്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. നമ്മളെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നു ഇപ്പോൾ പേടി. ആൽമരങ്ങൾ ഇങ്ങനെ ഹൈറ്റിൽ നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ അത് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ആരെയും കാണുന്നില്ല ചോദിക്കാൻ വേണ്ടിയിട്ട്. നോക്കി നിങ്ങൾ അതിൻ്റെ ശാഖകളെല്ലാം കൊത്തിയെടുത്തിട്ട് മുകളിൽ മാത്രം നല്ല ബുഷിയായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഇവരിങ്ങനെ കറ്റ മെതിക്കുന്നുണ്ട്. പഴയ കാല രീതിയിൽ ഒരു കല്ലിനിട്ട് അടിക്കുകയാണ്. അത് വേർതിരിച്ച് കാണുമോ? കല്ലിനോട് ഇങ്ങനെ അടിക്കുന്നതാണ് അവര് നെല്ല് വേർതിരിച്ചെടുക്കുന്നത് പഴയ നാടൻ രീതിയിൽ. ഇവിടെ ഇപ്പൊ അച്ഛനും മോനും കൂടി കറ്റ മെതിക്കാൻ പോയിട്ടാണുള്ളത്. ഒരു കറ്റ മെതിക്കുന്ന കാണാം. എല്ലാം പോയോ? ഇവര് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. വേണ്ട, ഇതുപോലെ ചെയ്യണം. ഇത് മിഷീന് വന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നാണ് പറഞ്ഞത്. കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതുപോലെ നെല്ല് വേർതിരിച്ചിട്ട് എടുത്തുള്ള പച്ച അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അതിശയിപ്പിച്ച ഒരു കാര്യമാണ് ഈ കർണാടകയിലെ ജനങ്ങൾ. എല്ലാവരും എന്ത് നല്ല മനുഷ്യന്മാരാണെന്നറിയോ. നമ്മൾ എപ്പോഴും ഇവരെ പാടങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാലും അവർ നമ്മളെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരാനും നമ്മൾ സ്ഥലം ചോദിച്ചറിയാനും എല്ലാം. അവർ നമുക്കിതൊക്കെ ചെയ്യാൻ തരും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമുക്ക് നെല്ലൊക്കെ ഇങ്ങനെ കൊയ്യാൻ തന്നു, എല്ലാം ചോദിച്ചറിഞ്ഞു. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് എല്ലാവരും. നമ്മൾ പൊതുവെ നാട്ടിൽ നിന്നൊക്കെ കേട്ടത് ഇവരൊക്കെ ഭയങ്കര ദുഷ്ടന്മാരാണെന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ ഈ ഗ്രാമങ്ങളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം. ഭയങ്കര നിഷ്കളങ്കതയുള്ള മനുഷ്യരാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും.
നമ്മൾ കുറേ കൃഷിത്തോട്ടങ്ങളിൽ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. എവിടുന്ന് നമുക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിനെവിടെയെങ്കിലും കണ്ടതായിട്ടൊരു ഓർമ്മ, ചെറിയൊരു ഓർമ്മ വരുന്നുണ്ടോ? നമ്മളിപ്പോഴത്തെ മോഡേൺ കല്യാണങ്ങളിലൊക്കെ ബൊക്കകളിലും പെൺകുട്ടികളിങ്ങനെ ഈ മണവാട്ടികൾ തലയിൽ ചൂട റോസിൻ്റെ കൂടിയൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ് ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാട്ടു ചെടിയാണ്. നോക്കി എത്രയാണ് നോക്കിയാൽ എല്ലാ കൃഷിസ്ഥലത്തിൻ്റെ സൈഡിൽ ഇതേമാതിരി ഉണ്ടാകുന്നൊരു കാട്ടു ചെടിയാണിത്. ഇതാണ് നമ്മൾ വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ച് റോസ് പൂവിൻ്റെ ഒക്കെ കൂടെ ബൊക്കയിലും വെക്കുന്നത്. കുഞ്ഞു കോഴി. അപ്പൊ കോഴി എങ്ങനെ കരയുന്നേ? കുക്കു കുക്കുന്നാ. ഇവിടെ ഒരുത്തൻ കോഴീനെ ഇട്ട് ഓടിക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഇനി വീട്ടിലേക്ക് പോവാണ്. നമ്മൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെ ക്യാരറ്റിന്റെ വലിയ പാടം കണ്ട് നമ്മളൊന്ന് ഇറങ്ങിയാണ്. ഇതാണ് ക്യാരറ്റ്. നോക്ക് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇതിന്റെ ഇലകൾ കാണാൻ നോക്ക്, നല്ല പച്ച കളറ്, നല്ല തളിരിലകളും നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് വിളവെടുക്കാൻ ആവാറായി തോന്നുന്നു ഏകദേശം. ലൈറ്റ് ഒരു അമ്പലമുണ്ട്, 2 മരങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇത്. ഇവിടെ ഒരു കോപ്പി കാറ്റ് ഉണ്ട്. കോപ്പി കാറ്റ് അച്ഛൻ അതേപോലെ കോപ്പി ചെയ്തിട്ട് കോപ്പി കാറ്റ് കണ്ണെത്താത്ത ദൂരത്തോളം പടർന്ന് കിടക്കുന്ന ക്യാരറ്റ് പാടുന്നത് അങ്ങ് അറ്റം വരെ ഉണ്ട്. നമ്മൾ ഈ ബുൾജറ്റിന്റെ പാട്ട് പോലെ നോക്കൂ കാണൂ ഈ പ്രപഞ്ചം. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഈ കുട്ടിക്കാരിങ്ങനെ പോകാൻ തോന്നുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ മണ്ണിലൊക്കെ കളിക്കുകയോ ചെയ്യുന്നേ. അപ്പൊ നമുക്ക് ഇന്ന് വിട പറയാം. നമുക്കിനി വേറൊരു കുട്ടി വ്ളോഗുമായിട്ട് കാണാം. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ സൈൻ അപ്പ് ചെയ്യാൻ വെച്ചതാണ്. റോഡിൻ്റെ സൈഡിൽ നല്ലൊരു സ്ഥലം കണ്ടു. പിന്നെ ഒരു ചെറിയൊരു കുളവും പിന്നെ ആൽമരല്ലായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലം കണ്ട്. അങ്ങനെ ഇവന് കുറേ പ്രാവശ്യമായി പറയുന്നു ഇവന് വെള്ളത്തിലിറങ്ങണം. അങ്ങനെ ഇവൻ ഇത് ഈ ചളി വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ പോകുന്നതാണ് നമ്മൾ. അപ്പം ഇഷ്ടമായാ ഈ ചളിയിൽ പൂണ്ടു. അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ട്രാക്ടർ മണ്ണെല്ലാം ഉഴുതെടുക്കുന്നുണ്ട്. മണ്ണെല്ലാം ഉഴുത് നല്ല സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.